സ്കിന്നിനെ നല്ല യങ് ആയിട്ട് ഇരുത്താനും അല്ലെങ്കിൽ ഫേസിന് നല്ലൊരു കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കൂടുന്നത് പോലെ നമ്മുടെ ഫേസ് സാഗ് ചെയ്യുന്നത് കുറയ്ക്കാനും ആ ഒരു ഫൈൻ ലൈൻസും പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നല്ല ഗ്ലോ ആൻഡ് സപ്പിളായിട്ട് ഇരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഗുവാഷ എന്ന് പറയുന്നത്. സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സപ്ലൈ കൂടുന്നത് കൊണ്ട് നല്ലൊരു പ്രസരിപ്പും ഉന്മേഷവും ആ ഒരു സപ്പിളായിട്ട് ഇരുത്താനൊക്കെ സഹായിക്കും. അല്പം സ്മൂത്ത് ആയിരിക്കണം, റഫായിട്ടുള്ള ഒരു സ്കിൻ സർഫസിൽ ഇത് ചെയ്യരുത് എന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ സൈഡിൽ നിന്ന് നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുൻപ് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ വളരെ ഈസിയാണ്. ഇനി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ തന്നെ ചെയ്യണം കേട്ടോ. ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവൂ. നമ്മുടെ ലിംഫ് നോഡിനെയൊക്കെ ഒന്ന് ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഷോൾഡറിലാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെ ചെറുതായിട്ടൊരു പ്രഷർ കൊടുക്കുക. അതുപോലെ വീണ്ടും ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യുക. അതിനുശേഷം തിരിച്ചു പിടിച്ചിട്ട് ഇതേ ഭാഗം ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മളൊരു 5 ടൈംസ് ഇതുപോലെ ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെറിയൊരു പ്രഷർ ഇങ്ങനെ 5 ടൈംസ്, അതുപോലെ ഇങ്ങനെ 5 ടൈംസ് ചെയ്യും. ഇങ്ങനെ പിടിച്ചതിന് ശേഷം 2 ഫിംഗർ ഇവിടെ സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് മൈൽഡായിട്ട് ഇവിടെ വരെ, അതേപോലെ തന്നെ ഇവിടെ 5 ടൈംസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കണ്ടോ, ഈ പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ പോർഷൻ, അതിന് വേണ്ടിയിട്ട് ഈ 2 ഫിംഗർ തന്നെ നമുക്ക് ഉപയോഗിക്കണം. ഈ സൈനസിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ മൂക്കിൻ്റെ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇവിടെയുള്ള ഈ സ്കിന്നിനെ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് തിരിച്ചു പിടിച്ച് നോസിൽ വെച്ച് ഇങ്ങോട്ടും 5 ടൈംസ് ചെയ്യുന്നു. അതുപോലെ ഈ 2 വിരലുകൾ തന്നെ മൂക്കിന് മുകളിലായിട്ട് മുഴുവൻ മറയുന്നത് രീതിയിലായിട്ട് വെക്കുക. അതിനുശേഷം ഇവിടുന്ന് കണ്ടോ ഈ സൈനസ് ഏരിയ വരെ വരുന്ന രീതിയിൽ നമുക്ക് ഒരു 5 ടൈംസ് ചെയ്യാം. ഇതേപോലെ തിരിച്ചും അതുപോലെ തന്നെ 5 ടൈംസ് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹാർട്ട് ഷേപ്പാണ്. 2 ഫിംഗർ എടുക്കാം, ഇവിടെ സെൻറ്റർ പോർഷനിൽ വെക്കാം. അതിനുശേഷം പുരികത്തിന് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ മുകളിലുമായിട്ട് ഈ ഹാർട്ട് ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്ക് പിടിക്കാം. ഇതുപോലെ ഒരു ഇവിടെയാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോയിൻ്റ്. ഇതുപോലെ 5 ടൈംസ് ചെയ്യാം. ഈ മൈഗ്രെയിനും തലവേദന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, എപ്പോഴും നീരിറക്കം പ്രശ്നങ്ങളൊക്കെ വരുന്നവർ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നമ്മളൊരു സ്കിന്നിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ സൗന്ദര്യം, ഹെൽത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണം